മക്കളും പൈസയൊക്കെ ദുനിയാവിലൊരു അലങ്കാരം മാത്ര. ആ ആയുസ്സുകൊണ്ട് നീ നിനക്കെന്ത് നേടി? നാളെ അള്ളാന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്റെ ആയുസ് കൊണ്ട് പടച്ചോന്റെ ദുനിയാവിൽ എന്റെ കബറിലേക്ക് കൊണ്ടുപോകാൻ എനിക്കെന്ത് നേടി? ഒരു നല്ല വിശ്വാസം, ഒരു നല്ല സ്വഭാവം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല കുടുംബം. ഈ ദുനിയാവിൽ എന്താ എന്റെ ഇങ്ങളെയും കൈമല് പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചുണ്ടാനുള്ളത്? അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് നിർത്തിയത്. നമ്മൾ പറയാറുണ്ട്, അറഫ മൈതാനിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ തൊട്ടു മുൻപ് ആദ്യത്തെ അവസാനത്തെ ഹജ്ജ് ചെയ്യുന്നു. ആ ഹജ്ജിന് വേണ്ടി അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് സഹാബാക്കൾ ഒന്ന് ഒരുമിച്ച് കൂടിയുന്ന 1,00,000-ലധികം സഹാബാക്കൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോ അന്ന് റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സഹാബാക്കൾ 1,00,000 ചില്ലാന. ചരിത്രം പറയുന്നുണ്ട് 1,25,000 അടുത്ത് വരെ എത്തുന്നു. 1,25,000 സഹാബാക്കൾ അന്ന് പ്രവാചകന്റെ കൂടെ മദീനയിൽ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ ഹബീബ് മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള അറഫ പ്രസംഗത്തിൽ 1,20,000-ലധികം സഹാബാക്കൾ അന്ന് പങ്കെടുത്തിട്ടും ഇന്നും മക്കയിലും മദീനയിലുള്ള കബറെണ്ണിയാൽ 10,000 താഴെ സഹാബത്തിന്റെ കബറേ ഉള്ളൂ. 10,000 സഹാബത്തിന്റെ കബറേ മക്കയിലും മദീനയിലും കൂടിയായിട്ടുള്ളൂ. ബാക്കി 1,10,000 സഹാബാക്കളുടെ കബർ എവിടെ പോയി? ഇവരെവിടെ കിടന്നാ മരിച്ചത്? ഇവരേത് നാട്ടിൽ നിന്നാ മരിച്ചതെന്നറിയോ? ലോകത്തിന്റെ നാനാഭാഗത്തുള്ള കയറിച്ചെല്ലാൻ സാധിക്കുന്ന സർവ്വ രാജ്യങ്ങളിലും സഹാബത്ത് കയറി ചെന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെന്നു, ഏഷ്യൻ രാജ്യങ്ങളിൽ ചെന്നു. കടലുകൾ താണ്ടി കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് കച്ചവടം ചെയ്യുന്നതോടൊപ്പം ഉപജീവന മാർഗത്തോടൊപ്പം അവർ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പുറപ്പെട്ടു. കേരളക്കരയിലും വന്നില്ലേ മാലിക്കും ദീനാറും കൂട്ടരും? അതുകൊണ്ടായിരുന്നു ഇന്ന് മക്കയിലും മദീനയിലുമായിട്ട് 10,000 സഹാബാക്കളെ കബറേ ഉള്ളൂ. ബാക്കി എവിടെ പോയി എന്നറിയോ? അറഫ മൈതാനിയിൽ മരണം കൺമുൻപിൽ കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കൊടുക്കുന്ന ഒരു വസിയത്തുണ്ട്, ഉപദേശമുണ്ട്, അറഫ പ്രസംഗം. ആ അറഫ പ്രസംഗിക്കുന്നതിന്റെ തൊട്ടു മുൻപാണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയത്. നബിയെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തോടുകൂടി ഇസ്ലാം എന്ന മതം പൂർത്തിയായിട്ടോ നബിയെ. ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സെക്കൻഡിൽ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് കാര്യം തിരിഞ്ഞു. ഇനി പടച്ചോന്റെ മരിപ്പിക്കല്ലാതെ ഇനി എനിക്ക് വഹി വരാനില്ല. കാരണം അള്ളാന്റെ മതം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന എന്റെ മരണ. ആ മരണം കൺമുൻപിൽ കണ്ടതുപോലെയാ. തൊട്ടടുത്ത നിമിഷം സഹാബാക്കളോട് അള്ളാഹുവിന്റെ റസൂലുള്ള പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, ഞാൻ എന്തൊക്കെ ചെയ്തുന്നും ഞാൻ എന്തൊക്കെ അനുവാദം തന്നും ശരിക്ക് നോക്കി പഠിച്ച് പിൻപറ്റണട്ടോ. ഫലഅല്ലി ലാ അൽകാക്കും ബഅദ ആമി ഹാദാ. ഈ കൊല്ലത്തിന് ശേഷം ഇനി നമ്മൾ കണ്ടോളണമെന്നില്ല. ആ മരണം കൺമുൻപിൽ കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശ അറഫ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ അവസാനം ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഫൽയുബല്ലിഗു ഷാഹിദു ലിൽ ഗായിബ്. ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്ത ആളുകൾക്ക് വേണ്ടി പടച്ചോന്റെ ദീനൊന്ന് അറിയിച്ചു കൊടുക്കണം. അന്ന് സഹാബാക്കൾ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. കിട്ടാവുന്നത്ര ഭക്ഷണവും കിട്ടാവുന്നത്ര വസ്ത്രവും അവരെടുത്തു. അവരുടെ ഒട്ടകങ്ങളും കുതിരകളും ഏത് ഭാഗത്തേക്കാണോ പിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് അവർ പുറപ്പെട്ടു. എന്തിന്? അള്ളാന്റെ ദീന് ദഅവത്ത് നടത്താൻ, പടച്ചോന്റെ ദീനിനെ പറ്റി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. കടലുകൾ താണ്ടി, പർവ്വതങ്ങൾ താണ്ടി, ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന സഹാബത്ത് കാല് മണലിൽ പറ്റി വെന്തുപോകാതിരിക്കാൻ ഈത്തപ്പനയുടെ ഓലകൾ കാലിന്റെ അടിയിൽ കെട്ടിവെച്ച് നടന്നു എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹാബാക്കൾ രാജ്യത്തിന്റെ ഭൂലോകത്തിന്റെ സർവ്വഭാഗത്തേക്കും നടന്ന് ദഅവത്ത് നടത്തി അള്ളാന്റെ ദീനിനെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ നമ്മൾ എന്താ ചെയ്ത്? നമുക്ക് കിട്ടിയ ഒരു ദീന് സ്വന്തം വീട്ടിൽ പറയാൻ പറ്റിയിട്ടുണ്ടോ? ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന മോനെ അവിടെ വെച്ച് വലത്തെ കൈ കൊണ്ട് എടുക്കണോന്ന്? ഒരു 5:15 കൊടുക്കുന്ന സുബഹി ബാങ്കിക്ക് മക്കളെ വിളിച്ചുണർത്താൻ പറ്റിയിട്ടുണ്ടോ? ഒരു ദിവസം ഒരു 10 ആയത്ത് ഓതാൻ പറ്റിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള കുടുംബത്തിലുള്ള ഭർത്താവിനോട് ഭാര്യനോട് അള്ളാന്റെ ദീനിന്റെ ഒരു അക്ഷരം പറയാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഞാൻ കുറ്റം പറയല്ലോ. ജീവിതത്തിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യത, നീ പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി എനക്ക് എന്ത് ചെയ്യാൻ പറ്റി? മക്കളും പൈസയൊക്കെ ദുനിയാവിലൊരു അലങ്കാരം മാത്ര. ആ ആയുസ്സുകൊണ്ട് നീ നിനക്കെന്ത് നേടി? നാളെ അള്ളാന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്റെ ആയുസ് കൊണ്ട് പടച്ചോന്റെ ദുനിയാവിൽ എന്റെ കബറിലേക്ക് കൊണ്ടുപോകാൻ എനിക്കെന്ത് നേടി? ഒരു നല്ല വിശ്വാസം, ഒരു നല്ല സ്വഭാവം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല കുടുംബം. ഈ ദുനിയാവിൽ എന്താ എന്റെ ഇങ്ങളെയും കൈമല് പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചുണ്ടാനുള്ളത്? അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് നിർത്തിയത്. നമ്മൾ പറയാറുണ്ട്, അറഫ മൈതാനിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ തൊട്ടു മുൻപ് ആദ്യത്തെ അവസാനത്തെ ഹജ്ജ് ചെയ്യുന്നു. ആ ഹജ്ജിന് വേണ്ടി അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് സഹാബാക്കൾ ഒന്ന് ഒരുമിച്ച് കൂടിയുന്ന 1,00,000-ലധികം സഹാബാക്കൾ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ അന്ന് റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സഹാബാക്കൾ 1,00,000 ചില്ലാന. ചരിത്രം പറയുന്നുണ്ട് 1,25,000 അടുത്ത് വരെ എത്തുന്നു. 1,25,000 സഹാബാക്കൾ അന്ന് പ്രവാചകന്റെ കൂടെ മദീനയിൽ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ ഹബീബ് മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള അറഫ പ്രസംഗത്തിൽ 1,20,000-ലധികം സഹാബാക്കൾ അന്ന് പങ്കെടുത്തിട്ടും ഇന്നും മക്കയിലും മദീനയിലുള്ള കബറെണ്ണിയാൽ 10,000 താല സഹാബത്തിന്റെ കബറേ ഉള്ളൂ. 10,000 സഹാബത്തിന്റെ കബറേ മക്കയിലും മദീനയിലും കൂടിയായിട്ടുള്ളൂ. ബാക്കി 1,10,000 സഹാബാക്കളുടെ കബർ എവിടെ പോയി? ഇവരെവിടെ കിടന്നാ മരിച്ച്? ഇവരേത് നാട്ടിൽ നിന്നാ മരിച്ചെന്നറിയോ? ലോകത്തിന്റെ നാനാഭാഗത്തുള്ള കയറിച്ചെല്ലാൻ സാധിക്കുന്ന സർവ്വ രാജ്യങ്ങളിലും സഹാബത്ത് കയറി ചെന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെന്നു, ഏഷ്യൻ രാജ്യങ്ങളിൽ ചെന്നു. കടലുകൾ താണ്ടി കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് കച്ചവടം ചെയ്യുന്നതോടൊപ്പം ഉപജീവന മാർഗത്തോടൊപ്പം അവര് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പുറപ്പെട്ടു. കേരളക്കരയിലും വന്നില്ലേ മാലിക്കും ദീനാറും കൂട്ടരും? അതുകൊണ്ടായിരുന്നു ഇന്ന് മക്കയിലും മദീനയിലുമായിട്ട് 10,000 സഹാബാക്കളെ കബറേ ഉള്ളൂ. ബാക്കി എവിടെ പോയി എന്നറിയോ? അറഫ മൈതാനിയിൽ മരണം കൺമുൻപിൽ കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കൊടുക്കുന്ന ഒരു വസിയത്തുണ്ട്, ഉപദേശമുണ്ട്, അറഫ പ്രസംഗം. ആ അറഫ പ്രസംഗിക്കുന്നതിന്റെ തൊട്ടു മുൻപാണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയത്. നബിയെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തോടുകൂടി ഇസ്ലാം എന്ന മതം പൂർത്തിയായിട്ടോ നബിയെ. ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സെക്കൻഡിൽ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് കാര്യം തിരിഞ്ഞു. ഇനി പടച്ചോന്റെ മരിപ്പിക്കല്ലാതെ ഇനി എനിക്ക് വഹി വരാനില്ല. കാരണം അള്ളാന്റെ മതം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന എന്റെ മരണ. ആ മരണം കൺമുൻപിൽ കണ്ടതുപോലെയാ. തൊട്ടടുത്ത നിമിഷം സഹാബാക്കളോട് അള്ളാഹുവിന്റെ റസൂലുള്ള പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, ഞാൻ എന്തൊക്കെ ചെയ്തുന്നും ഞാൻ എന്തൊക്കെ അനുവാദം തന്നും ശരിക്കും നോക്കി പഠിച്ച് പിൻപറ്റണട്ടോ. ഫലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഈ കൊല്ലത്തിന് ശേഷം ഇനി നമ്മൾ കണ്ടോളണമെന്നില്ല. ആ മരണം കൺമുൻപിൽ കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശ അറഫ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ അവസാനം ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഫൽയുബല്ലിഗു ഷാഹിദു ലിൽ ഗായിബ്. ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്ത ആളുകൾക്ക് വേണ്ടി പടച്ചോന്റെ ദീനൊന്ന് അറിയിച്ചു കൊടുക്കണം. അന്ന് സഹാബാക്കൾ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. കിട്ടാവുന്നത്ര ഭക്ഷണവും കിട്ടാവുന്നത്ര വസ്ത്രവും അവരെടുത്തു. അവരുടെ ഒട്ടകങ്ങളും കുതിരകളും ഏത് ഭാഗത്തേക്കാണോ പിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് അവർ പുറപ്പെട്ടു. എന്തിന്? അള്ളാന്റെ ദീന് ദഅവത്ത് നടത്താൻ, പടച്ചോന്റെ ദീനിനെ പറ്റി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. കടലുകൾ താണ്ടി, പർവ്വതങ്ങൾ താണ്ടി, ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന സഹാബത്ത് കാല് മണലിൽ പറ്റി വെന്തുപോകാതിരിക്കാൻ ഈ തപ്പനയുടെ ഓലകൾ കാലിന്റെ അടിയിൽ കെട്ടിവെച്ച് നടന്നു എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹാബാക്കൾ രാജ്യത്തിന്റെ ഭൂലോകത്തിന്റെ സർവ്വഭാഗത്തേക്കും നടന്ന് ദഅവത്ത് നടത്തി അള്ളാന്റെ ദീനിനെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ നമ്മൾ എന്താ ചെയ്ത്? നമുക്ക് കിട്ടിയ ഒരു ദീന് സ്വന്തം വീട്ടിൽ പറയാൻ പറ്റിയിട്ടുണ്ടോ? ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന മോനെ അവിടെ വെച്ച് വലത്തെ കൈ കൊണ്ട് എടുക്കണോന്ന്? ഒരു 5:15 കൊടുക്കുന്ന സുബഹി ബാങ്കിക്ക് മക്കളെ വിളിച്ചുണർത്താൻ പറ്റിയിട്ടുണ്ടോ? ഒരു ദിവസം ഒരു 10 ആയത്തോതാൻ പറ്റിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള കുടുംബത്തിലുള്ള ഭർത്താവിനോട് ഭാര്യനോട് അള്ളാന്റെ ദീനിന്റെ ഒരു അക്ഷരം പറയാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഞാൻ കുറ്റം പറയല്ലോ. ജീവിതത്തിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യത, നീ പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി എനക്ക് എന്ത് ചെയ്യാൻ പറ്റി? മക്കളും പൈസയൊക്കെ ദുനിയാവിലൊരു അലങ്കാരം മാത്ര. ആ ആയുസ്സുകൊണ്ട് നീ നിനക്കെന്ത് നേടി? നാളെ അള്ളാന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്റെ ആയുസ് കൊണ്ട് പടച്ചോന്റെ ദുനിയാവിൽ എന്റെ കബറിലേക്ക് കൊണ്ടുപോകാൻ എനിക്കെന്ത് നേടി? ഒരു നല്ല വിശ്വാസം, ഒരു നല്ല സ്വഭാവം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല കുടുംബം. ഈ ദുനിയാവിൽ എന്റെ ഇങ്ങളെയും കൈമല് പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചുണ്ടാനുള്ളത്? അള്ളാഹുവിന് വേണ്ടി നമ്മളെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് നിർത്തിയത്. നമ്മൾ പറയാറുണ്ട്, അറഫ മൈതാനിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ തൊട്ടു മുൻപ് ആദ്യത്തെ അവസാനത്തെ ഹജ്ജ് ചെയ്യുന്നു. ആ ഹജ്ജിന് വേണ്ടി അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് സഹാബാക്കൾ ഒന്ന് ഒരുമിച്ച് കൂടിയുന്ന 1,00,000-ലധികം സഹാബാക്കൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോ അന്ന് റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സഹാബാക്കൾ 1,00,000 ചില്ലാന. ചരിത്രം പറയുന്നുണ്ട് 1,25,000 അടുത്ത് വരെ എത്തുന്നു. 1,25,000 സഹാബാക്കൾ അന്ന് പ്രവാചകന്റെ കൂടെ മദീനയിൽ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ ഹബീബ് മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള അറഫ പ്രസംഗത്തിൽ 1,20,000-ലധികം സഹാബാക്കൾ അന്ന് പങ്കെടുത്തിട്ടും ഇന്നും മക്കയിലും മദീനയിലുള്ള കബറെണ്ണിയാൽ 10,000 താല സഹാബത്തിന്റെ കബറേ ഉള്ളൂ. 10,000 സഹാബത്തിന്റെ കബറേ മക്കയിലും മദീനയിലും കൂടിയായിട്ടുള്ളൂ. ബാക്കി 1,10,000 സഹാബാക്കളുടെ കബർ എവിടെ പോയി? ഇവരെവിടെ കിടന്നാ മരിച്ച്? ഇവരേത് നാട്ടിൽ നിന്നാ മരിച്ചെന്നറിയോ? ലോകത്തിന്റെ നാനാഭാഗത്തുള്ള
കയറിച്ചെല്ലാൻ സാധിക്കുന്ന സർവ്വ രാജ്യങ്ങളിലും സഹാബത്ത് കയറി ചെന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെന്നു, ഏഷ്യൻ രാജ്യങ്ങളിൽ ചെന്നു. കടലുകൾ താണ്ടി കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് കച്ചവടം ചെയ്യുന്നതോടൊപ്പം ഉപജീവന മാർഗത്തോടൊപ്പം അവർ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പുറപ്പെട്ടു. കേരളക്കരയിലും വന്നില്ലേ മാലിക്കും ദീനാറും കൂട്ടരും. അതുകൊണ്ടായിരുന്നു ഇന്ന് മക്കയിലും മദീനയിലുമായിട്ട് 10,000 സഹാബാക്കളെ കവറേയുള്ളൂ. ബാക്കി എവിടെ പോയി എന്നറിയോ? അറഫ മൈതാനിയിൽ മരണം കൺമുൻപിൽ കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കൊടുക്കുന്ന ഒരു വസിയത്തുണ്ട്, ഉപദേശമുണ്ട്, അറഫ പ്രസംഗം. ആ അറഫ പ്രസംഗിക്കുന്നതിന്റെ തൊട്ടു മുൻപാണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയത്. നബിയെ, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തോടുകൂടി ഇസ്ലാം എന്ന മതം പൂർത്തിയായിട്ടോ നബിയെ. ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സെക്കൻഡിൽ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് കാര്യം തിരിഞ്ഞു. ഇനി പടച്ചോന്റെ മരിപ്പിക്കല്ലാതെ ഇനി എനിക്ക് വഹി വരാനില്ല. കാരണം അള്ളാന്റെ മതം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന എന്റെ ആ മരണം കൺമുൻപിൽ കണ്ടതുപോലെയാ. തൊട്ടടുത്ത നിമിഷം സഹാബാക്കളോട് അള്ളാഹുവിന്റെ റസൂലുള്ള പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, ഞാൻ എന്തൊക്കെ ചെയ്തുന്നും ഞാൻ എന്തൊക്കെ അനുവാദം തന്നും ശരിക്ക് നോക്കി പഠിച്ച് പിൻപറ്റണട്ടോ. ഫലഅല്ലി ലാ അൽകാക്കും ബഅദ ആമി ഹാദാ. ഈ കൊല്ലത്തിന് ശേഷം ഇനി നമ്മൾ കണ്ടോളണമെന്നില്ല. ആ മരണം കൺമുൻപിൽ കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശ അറഫ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ അവസാനം ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഫൽയുബല്ലിഗു ഷാഹിദു ലിൽ ഗായിബ്. ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്ത ആളുകൾക്ക് വേണ്ടി പടച്ചോന്റെ ദീനൊന്ന് അറിയിച്ചു കൊടുക്കണം. അന്ന് സഹാബാക്കൾ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. കിട്ടാവുന്നത്ര ഭക്ഷണവും കിട്ടാവുന്നത്ര വസ്ത്രവും അവരെടുത്തു. അവരുടെ ഒട്ടകങ്ങളും കുതിരകളും ഏത് ഭാഗത്തേക്കാണോ പിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് അവർ പുറപ്പെട്ടു. എന്തിന്? അള്ളാന്റെ ദീന് ദഅവത്ത് നടത്താൻ, പടച്ചോന്റെ ദീനിനെ പറ്റി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. കടലുകൾ താണ്ടി, പർവ്വതങ്ങൾ താണ്ടി, ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന സഹാബത്ത് കാല് മണലിൽ പറ്റി വെന്തുപോകാതിരിക്കാൻ ഈ തപ്പനയുടെ ഓലകൾ കാലിന്റെ അടിയിൽ കെട്ടിവെച്ച് നടന്നു എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹാബാക്കൾ രാജ്യത്തിന്റെ ഭൂലോകത്തിന്റെ സർവ്വഭാഗത്തേക്കും നടന്ന് ദഅവത്ത് നടത്തി അള്ളാന്റെ ദീനിനെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ നമ്മൾ എന്താ ചെയ്ത്? നമുക്ക് കിട്ടിയ ഒരു ദീന് സ്വന്തം വീട്ടിൽ പറയാൻ പറ്റിയിട്ടുണ്ടോ? ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന മോനെ അവിടെ വെച്ച് വലത്തെ കൈ കൊണ്ട് എടുക്കണോന്ന്? ഒരു 5:15 കൊടുക്കുന്ന സുബഹി ബാങ്കിക്ക് മക്കളെ വിളിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ടോ? ഒരു ദിവസം ഒരു 10 ആയത്ത് ഓതാൻ പറ്റിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള കുടുംബത്തിലുള്ള ഭർത്താവിനോട് ഭാര്യനോട് അള്ളാന്റെ ദീനിന്റെ ഒരു അക്ഷരം പറയാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഞാൻ കുറ്റം പറയല്ലോ. ജീവിതത്തിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യത, നീ പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി എനക്ക് എന്ത് ചെയ്യാൻ പറ്റി?